നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. ശ്രീകണ്ഠപുരത്ത് ബൈക്ക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിന് ക്രൂരമർദ്ദനം. പരിപ്പായി സ്വദേശി റിഷാദിനാണ് മർദ്ദനമേറ്റത്. ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ 4 പേർക്കെതിരെ ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തു. ശ്രീകണ്ഠപുരത്ത് ബൈക്ക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിന് ക്രൂരമായി മർദ്ദനമേറ്റു. പരിപ്പായി സ്വദേശി റിഷാദിനാണ് മർദ്ദനമേറ്റത്. ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ 4 പേർക്കെതിരെ ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തു. നാല് പേർ ചേർന്ന് റിഷാദിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പാഴിപ്പായിലെ കോർ സ്റ്റോൺ എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് മർദ്ദനം. വാക്ക് തർക്കത്തിന് പിന്നാലെ നിലത്ത് തള്ളിയിട്ട് ടൈൽസും സോഡാ കുപ്പിയും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് വിൽപ്പനയെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. 1-ാം പ്രതി നസീബിൽ നിന്ന് റിഷാദ് ബൈക്ക് വാങ്ങിയിരുന്നു. കച്ചവടം നടന്നെങ്കിലും RC ഓണർഷിപ്പ് മാറ്റി നൽകാൻ നസീബ് തയ്യാറായില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും RC ബുക്കിലെ പേര് മാറ്റാത്തതിനെ തുടർന്ന് റിഷാദിന്റെ മാതാവ് നസീബിന്റെ വീട്ടിലെത്തി. ഈ സമയത്ത് മാതാവിനെ മർദ്ദിച്ചെന്ന് നേരത്തെ പരാതി ഉണ്ടായിരുന്നു. നാസിബിനോട് എന്റെ മോനൊരു ബൈക്ക് എടുത്തിനു 15,000 ഉറുപ്പ്യക്ക്. അപ്പോൾ ആസിബുക്ക് ഇവന്റെ പേരിൽ മാറ്റാൻ പറ്റുമോ? മാറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഒന്ന് മാറ്റടാന്ന് പോയിട്ട് ഞാൻ പോയി ഓൻ്റെ വീട്ടിൽ കയറിപ്പോയി. ഇവനും എൻ്റെ മോൻ കുറേ ഓനോട് പറഞ്ഞു, ഒന്ന് മാറ്റടാ. ഓൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല മാറ്റാൻ. എന്നിട്ട് അപ്പം ഇവന് കണ്ണൂർ പോകുമ്പോൾ മുതലാളിയുടെ വീട്ടിൽ ബൈക്ക് വെച്ചിനേനു. ആ ബൈക്ക് ഓന് എടുത്ത് ഓൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച്. എൻ്റെ ചെക്കൻ കണ്ണൂരിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വരാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയില്ല. അപ്പോൾ ഇവനോട് വിളിച്ച് പറഞ്ഞോലു, ഞാൻ ബൈക്ക് എടുത്തിട്ടുണ്ട്, എനിക്കെന്താ ചെയ്യാൻ പറ്റാന്ന് ഞാൻ ചെയ്തോന്നു. ഈ എന്നോട് ഞാൻ ചോദിച്ചു, മോൻ നടന്നിട്ട് വരുന്നുണ്ട്, അവിടെ എൻ്റെ വണ്ടി എടുത്തു, എൻ്റെ വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പിലോ മീറ്റിലെന്ന് പറഞ്ഞു, നന്നാക്കണമെങ്കിൽ പാട് പൈസ വേണം. അത് ഞാൻ വിശ്വസിച്ചില്ലേ. എന്നിട്ട് പിറ്റേന്ന് അതന്നെ ഇവർ 2 ദിവസത്തേക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഈ ടെൻഷൻ കൊണ്ട് ഞാൻ വണ്ടിയാണ് ഈ സത്യം പറ. അത് നാസിബ് വണ്ടി എടുത്തുകൊണ്ട് പോയി. ആസിബുക്ക് മാറ്റാൻ പറഞ്ഞ ദേഷ്യത്തിനെന്ന് ഞാൻ ഇവൻ പറഞ്ഞ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട മോനെ, എൻ്റെ മോനെപ്പോലത്തെ ഒരു മോനല്ലേ അത്, ഞാൻ പോയിട്ടൊന്ന് സംസാരിച്ചോ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കയറിപ്പോയി. അപ്പോൾ ഇവ വീട് ഉറങ്ങുന്നു, ഓഫീസ് റൂമിൽ ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞു എന്ത് മോനെ സുഖം തന്നെ അല്ലേ? നാട്ടിൽ കയറിപ്പോയ പാടി ഇവൻ എന്നെ ചീത്തയാ വിളിച്ചേ, നിന്നോടാരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ട്. പരാതി നൽകിയതിന്റെ വിരോധത്തിലാണ് മർദ്ദിച്ചതെന്ന് റിഷാദ് പോലീസിന് മൊഴി നൽകി. നസീബിനൊപ്പം ഉണ്ടായിരുന്ന ഹാരിസ്, കണ്ടാലറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.